അതുപോലെ തന്നെ രാത്രി സമയങ്ങൾ അടിച്ചു കോരുന്നത് അതും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ അടിച്ചു കോരി മുക്കിൽ ഇങ്ങനെ ഇടല്ല ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയാണെങ്കിലും അവിടെയും റഹ്മത്തിന്റെ മാലാകമാരെ കടന്നു വരൂല നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകുന്ന മഹദിയാകുന്ന നമ്മുടെ ഉമ്മയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഒരു സ്വഹാബത്ത് വന്നിട്ട് ചോദിച്ചു എത്ര ആയിഷ ബീബിയോട് ചോദിച്ചു എത്ര ആയിഷ എങ്ങനാണ് മുത്തുനബിയുടെ സ്വഭാവം ആയിഷ എങ്ങനാണ് മുത്തുനബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീബി പറഞ്ഞു എത്രേ ഖുർആൻ പറഞ്ഞ അതേ ഫോട്ടോസ്റ്റാറ്റാണ് മുത്തുനബിയുടെ സ്വഭാവം എന്ന്. അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ട് പറയുകയാണ് എന്റെ എല്ലാ വീട്ടുജോലികളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കൂടെ പങ്കെടുക്കുമായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിഷ ബീബിയെ സഹായിച്ചതും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ സപ്പോർട്ട് ചെയ്തതും മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ വീട്ടിലും ജീവിതത്തിലും എന്നും ദാരിദ്ര്യമാണ് നബിയേ, എന്നാൽ ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാ ഒരു വഴി പറഞ്ഞു തരുവോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ അസ്ബഅത നേരം പുലർന്നാൽ പ്രഭാതമായി കഴിഞ്ഞാ മോനെ നീ നിന്റെ ജീവിതത്തിൽ ഒരു ദിക്ർ കൊണ്ടുവരണേ, ഒരു ദുആ കൊണ്ടുവരണേ. അങ്ങനെ നീ ദുആ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആപത്തിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദാരിദ്ര്യത്തിൽ നിന്നും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങളോട് ചോദിച്ചു, നബിയേ ഏതാണ് റസൂലേ ആ ദുആ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വ അഹ്ലിഹി വ മാലിഹി. വളരെ എളുപ്പമേറിയ ദുആയാണ് ഉമ്മമാരെ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല, ഒരിക്കലും നമ്മളെ അല്ലാഹു ആപത്തിലാഴ്ത്തൂല. നബിയുനാ റസൂലുള്ളാഹി ചെറിയ ദുആ, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വ അഹ്ലിഹി വ മാലിഹി. ഇത് നിന്റെ പ്രഭാതത്തിൽ ചൊല്ലണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് നീ ചൊല്ലിക്കഴിഞ്ഞാൽ ഹദീസുകളിൽ കാണാം ഈ സ്വഹാബി ഇതിങ്ങനെ ചൊല്ലാൻ തുടങ്ങി. പിന്നെ ഒരു ആപത്തിലും അദ്ദേഹം പെട്ടില്ലത്രേ. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യവും അള്ളാഹു മാറ്റിക്കൊടുത്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളുടെ ലിസ്റ്റിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സമയമില്ലാത്തത് കൊണ്ട്